సయ్యాటకే అరే సయ్యంటే సయ్యంటూ రహస్యంగతే చేయిస్తా అరే ఏదోటి చేసేరా అలా మాటేసుకోరా అంటే సయ్యంటూ సయ్యాటకే రహస్యంగతే చేయిస్తా baby, 1 2 ka 4 baby, bum 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 baby, 1 2 ka 4 baby, ruk jana, mana kal manjana, baija, pata thai me baijana, Monday to Wednesday, Wednesday to Friday, Friday to Sunday, every day is a fun day. पड़ी मर जाने वाला अभी पड़ी पड़ी सरसाला लीला सरे सरे कुत्ते चयाला मुद्दा पेदाल तो नडुवे तड़माला पता मुझे लोगों किसका होता लोटा बैठा मधुरंगा तीर उसका चीका दादा दारादा मल्ली गुलाबी की गुलाब गई तू तेरा बाबा वारे बा अला चला तीगा गुडारल दूर सीरा సయ్యంటే సయ్యంటూ సయ్యాటకే సయ్యంటే సయ్యంటూ రహస్యంగతే చేయిస్తా ఇస్తా ఇస్తా తా చిన్నదో వైపు పెద్దదో వైపు చిందేసి చెంగుమట్టి పెరగదాము సోకులో వైపు సొప్పులో వైపు అల్లేసి చెప్పుతుంటే కలగదా కైపు Thank you, Simran. பாடி வரும் இடம் பார்த்து கூறுவதில்லை காற்றல இல்லை என்றால் அது பாட்டொலி கேட்பதில்லை ஒரு காலம் வருகிறே உள்ளம் துள்ளி போகுதே
കണ്ടുള്ളവരില്ലേ இந்த வாக்கில் ஒரு தேடல் அது தேடி தேடி தேடும் மனது தொலைகிறதே இன்னிசை பாடி வரும் இடம் காண கூறுவதில்லை காற்றலை இல்லை என்றால் அது பாட்டொலி கேட்பதில்லை பார்க்க முடியாது நிறம் பார்த்த உன் கண்ணே நீ பார்க்க முடியாது பொய்சை போதுமே कौसल्या सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् कौसल्या सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्त പൂജാദ്രവ്യങ്ങളെല്ലാം ശരിയായിരിക്കുന്നു. എന്നാൽ നമ്മുടെ പൂജാദ്രവ്യങ്ങളെല്ലാം ശരിയായിരിക്കുന്നു എങ്കിലും കുശ്മാണ്ഡം അവൻ ഇതുവരെയും നിവേദ്യം കാലാക്കിയിട്ടില്ല. വേണ്ട രീതിയില് വേണ്ട സമയത്ത് പൂജകൾ അതിന് കാലങ്ങളുണ്ട്, സമയങ്ങളുണ്ട്. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫലപ്രാപ്തി കിട്ടില്ല. മനസ്സിലാക്കണ്ടേ? നിവേദ്യം കാലായതാണുണ്ടോ? എന്താ ഇത്ര വൈകിയത്? അത് പിന്നെ മാധവി വരണ്ടേ തിരുമേനി? മാധവിയാണോ നിവേദ്യം ഉണ്ടാക്കിയത്? അല്ല, മോൻ തന്നെയാ. പിന്നെ ഇത്ര കാലായിട്ടും പാത്രം കഴിയില്ല അല്ലേ? നിനക്കെന്താ പാത്രം കഴിയാൻ ഇത്ര ബുദ്ധിമുട്ട്? അല്ല, ഈ ബികോം ഫസ്റ്റ് ക്ലാസ് ഒക്കെ പഠിപ്പ് വിദ്യാഭ്യാസം ഉണ്ടായാലുള്ള കുഴപ്പങ്ങൾ ഇതൊക്കെയാ. നോക്കട്ടെ, നിന്റെ കലാ നൈപുണ്യം നന്നായിരിക്കണം. ഓ, അത് കേട്ടല്ലോ തിരുമേനി, സമാധാനായി. കുറച്ച് താമസിച്ചെങ്കിലും നന്നായി ഭംഗിയായി ചെയ്തിരിക്കണം. സ്ത്രീശക്തികൾ ഇനി എത്തിയില്ലല്ലോ. അവർക്കൊക്കെ ഭയങ്കര പരിപാടികളല്ലേ തിരുമേനി? ആ, വേണ്ട രീതിയില് പുഷ്പങ്ങളൊന്നും ശരിയായിട്ടുള്ളതാ. ഹായ് ഹായ്, അല്പം വിട്ടു നടക്കൂന്നേ. ഹൈ, ഒന്നിനും ഒരു അയിത്തോ ശുദ്ധോ ഒന്നുമില്ല. പറഞ്ഞിട്ടാണെങ്കിൽ ഒരു കാര്യമില്ല. ഒക്കെ തൊട്ട് കുട്ടിച്ചോറാക്കി. എന്താ ചെയ്യ? കലികാല വൈഭവം. അല്ല, ആരാ ആ കാലിപ്പ കാലേറ്റ് വെച്ചിരിക്കുന്നത്? നമ്മുടെ രാമന്റെ മോനല്ലേ? ഹായ് ഹായ്, നമ്മെ കണ്ടിട്ട് ഒട്ടും അങ്ങോട്ട് വിനയില്ലാലോ. ഹൈ, നമ്മുടെ കോലോത്ത് വന്നിട്ടേ ആ പാടത്തും വരുമ്പത്തൂക്കെ എത്ര പണി എടുത്തിരിക്കണു. നമ്മുടെ കോലോത്തുനിന്ന് എത്ര കഞ്ഞി പിടിച്ചതാ. ഹൈ, എന്നിട്ട് നമ്മെ കണ്ടിട്ട് ഒട്ടും അങ്ങോട്ട് വിനയില്ലാലോ. എന്താ പൽപ്പം ഇങ്ങനെ? അവരൊക്കെ വിദേശത്ത് പോയി കുറെ പണം സമ്പാദിച്ചിരിക്കണു. വിദേശത്ത് പോയിട്ട് ധനം സമ്പാദിച്ചാൽ വിനിയ ഒട്ടും വേണ്ടെന്നുണ്ടോ? ശിവ ശിവ, ഇനി എന്താ സ്ഥിതി? നീ ഒന്നും പറയാൻ വയ്യ. കലികാല വൈഭവം. അമ്മേ ദേവി, ഇതൊക്കെ കാണുന്നില്ലേ? ശരി, വരൂ. ഇനിയിപ്പോ അവിടെ എത്തുമ്പോഴേക്കാ തിരുമേനി നട അടച്ചാ അതും പ്രശ്നമായേ. വരൂ. ഇതേ ഇപ്പൊ നന്നായത്. നോമിപ്പോ ഇവിടെ അർച്ചന ചെയ്യാനല്ലാതെ വല്ല കൈകൊട്ടിക്കളിയോ വല്ല ഓട്ടം തുള്ളലോ ചാക്യാർ കൂത്തോ കഥകളിയോ ഇതൊന്നും കളിക്കില്ലാലോ. ശിവ ശിവ.
മതി മതി, എല്ലാം നന്നായി. നമുക്ക് നന്നേ ബോധിച്ചിരിക്കണോ? നമ്മയോ അതോ രണ്ടും നന്നേ ബോധിച്ചിരിക്കണോ? ഇനി കുറച്ച് കഴിഞ്ഞാ ഇതൊന്നും മാറ്റി പറയാഞ്ഞാ മതി. അന്തൽമ എന്തേലും ഒഴിഞ്ഞുവോ? ഇല്ല, നോമം ചെവിക്കായിന്ന് പറയാ. ഇരിക്കുക, ജപിക്കുക, അത്ര തന്നെ, അധികം വേണ്ട. കുഷ്മാട്ടം നീ എന്താ ഇങ്ങനെ വരവി നിൽക്കണേ? ഇവിടെ ജോലി ചെയ്യാ, അവന് വരവല് തുടങ്ങിയിരിക്കണോ? ഘോരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത് താരാനായക ശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം പാണിഭ്യാമലിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം അരുണാം गिरिनन्दिनि नन्दितमेदिनि विश्वविनोदिनि नन्दनुते गिरिवरविन्ध्यशिरोधिनि वासिनि विष्णुविलासिनि जिष्णुनुते भगवति हेशिति സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണീ നമോസ്തുതേ. അമ്മേ ദേവി മഹാമായേ കാത്തു രക്ഷിക്കണേ. അടിയങ്ങൾ എത്ര കാലായി ദേവി ഇവിടെ വന്ന് അടിയങ്ങളുടെ സങ്കടം ഉറപ്പിക്കുന്നു. ഇനിയെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണേ ദേവി. ഇനി നമുക്ക് സഹിക്കാൻ വയ്യ, അത്രയ്ക്കായി. ഇതിനൊരു അറുതി ഉണ്ടാക്കി തരണേ ദേവി. ദേവിനോടല്ലാതെ നാം ആരോടാ നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയാ? ആരോടാ നമുക്ക് സങ്കടം ഉണർത്തിക്കുക? ദേവി, ഇന്നെങ്കിലും നമ്മുടെ സങ്കടം കാണണേ ദേവി. കണ്ണു തുറക്കൂ ദേവി. നമസ്കരിക്കുക, കുമ്പിടുക. അങ്ങനെ തന്നെ ആവട്ടെ മകളെ. നിന്റെ സങ്കടം നാം മനസ്സിലാക്കുന്നു. എല്ലാം മംഗളമായി ഭവിക്കും. कण्ठकुटुम्बिनि भूरि कुटुम्बिनि भूरि कृते जय जय हे നിങ്ങൾക്ക് മനസ്സിലാവില്ല. അകമഴിഞ്ഞ് വിളിച്ചാൽ വിളിപ്പുറത്തുള്ളവളാണ് അത്തിക്കാവിലമ്മ എന്ന് ഞാൻ പറയാറില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലായി. നോമനത് ബോധ്യപ്പെട്ടിരിക്കണു. നമ്മുടെ മനസ്സ് ദേവി കണ്ടിരിക്കണു. അമ്മേ ദേവി, വെറുതെ അല്ല നമ്മുടെ നിവേദ്യം. ഇന്നത്തെ തീർത്ഥം കൊടുക്കുക. നീ അധികമൊന്നും കൊടുക്കണ്ട, മാറി നിൽക്കുക. നമ്മുടെ നിവേദ്യം ദേവിക്ക് നന്നേ ബോധിച്ചിരിക്കണു. ദേവി മഹാമായേ കാത്തിരക്ഷിക്കണേ. ഇതിൽ കുറെ ആനന്ദം നമുക്കിനി എന്താ വേണ്ടത് ദേവി? ഇനി ഇങ്ങാ കിട്ടും. സ്വർഗലോകത്തെത്തിയാലും നമുക്കൊരു ഖേദമില്ല ദേവി. ദേവിയെ കണ്ടൂലോ. ഇതെല്ലാവർക്കും കിട്ടുന്ന ആനന്ദമല്ല, നമുക്കിന്ന് ഇവിടെ വരാൻ തോന്നിയതും ദേവിയെ കാണുന്നതും. എന്താ പറയേണ്ടത്? നമുക്ക് വാക്കുകൾ തന്നെ കിട്ടുന്നില്ല. ആകെ കോരിത്തരിക്കണു. ദേവിയെ കണ്ടതല്ല ആനന്ദം, പറഞ്ഞറിയിക്കാൻ വയ്യ. അമ്മേ ദേവി, എല്ലാറ്റിനും നമ്മോടൊപ്പം നിൽക്കണേ ദേവി. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സാധിച്ചു തരണേ. നമ്മൾ പല കാര്യങ്ങളും ഉദ്ദേശിച്ചാണ് വന്നത് ദേവി. അതൊക്കെ ഒന്ന് നിവർത്തിച്ചു തരണേ ദേവി. ഇല്ല, പത്മം നടന്നോളൂ. നോം ഇവിടെ ഒരു വഴിപാട് കഴിച്ചിട്ടുണ്ട്, അതിന്റെ പ്രസാദം വാങ്ങാനുണ്ട്. അല്പം വൈകും, നമ്മെ കാത്തു നിൽക്കണ്ട. പത്മം നടന്നോളൂ, നടന്നോളൂ. അത്തൽമ പ്രസാദം വാങ്ങിയില്ലല്ലോ, വാങ്ങിച്ചോളൂ. ഇല്ല, വാങ്ങിച്ചോളൂ. ആദ്യം തീർത്ഥം തരിക. ഓ, അവനെവിടെ പോയി? അവന് ചില പ്രായങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് തീർത്ഥം കൊടുക്കുകയുള്ളൂ, അത്ര തന്നെ. ആ, അവർക്ക് അറിയില്ലെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണല്ലോ തിരുമേനി. ആ, തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. തള്ളമ്മ പ്രസാദം വാങ്ങിക്കൊള്ളുക. ദോഷം, ഞാൻ പലതും അങ്ങ് ചിന്തിച്ചു പോയേ. ശരി തിരുമേനി, എന്താ പറഞ്ഞോളുക? നമുക്കൊരു കാര്യം ബോധ്യപ്പെടുത്താനുണ്ടായിരുന്നു. എന്താ പറഞ്ഞോളൂ. അത് ഇവിടെ വെച്ച് വേണ്ട തിരുമേനി. ഇതൊരു ക്ഷേത്ര നടയല്ലേ, നമുക്ക് അല്പം അങ്ങോട്ട് മാറി നിൽക്കാം. എന്താ? ആ, എന്നാ ഞാൻ ഇന്ന്
അമ്പലം അടച്ചിട്ട് വരികയായി. ഒരു നിമിഷം ഓ നാം അവിടെ കാത്തു നിന്നോളാം. ഉണ്ണി നമുക്കൊരു എവിടെ പോയി? കുഷ്മാണ്ട നീ എവിടെ കിടങ്ങി കിടക്കണേ? പ്രസാദം ഇത് പാത്രങ്ങളെല്ലാം ഒന്ന് മാറ്റി വെക്കൊള്ളുക. ഇതെല്ലാം ഒന്ന് ശരിയാക്കുക. അമ്മേ ദേവി മഹാമായേ, ഇന്ന് നമുക്ക് ദേവിയെ കാണാൻ സാധിച്ചുല്ലോ. വേറെ ഒന്നുമല്ല, നമ്മുടെ മനസ്സ് ആ ദേവി കണ്ടിരിക്കണു. നമുക്കിതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. വിളിച്ചാ വെളിപ്പുറത്ത് ദേവി ഉണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമായിരിക്കണു. കളിക്കുന്ന കളിയല്ല ദേവി എന്ന് പറയുന്നത്. എന്തും അതിൻ്റെതായ ചിട്ടയിൽ ചെയ്താൽ ദേവി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അതിൽ യാതൊരു സംശയവും ഇല്ല. അമ്മേ മഹാമായേ, കാത്തു രക്ഷിക്കണേ. എന്താ അത്വലമയ്ക്ക് എന്തോ പൊഴിയാനുണ്ടെന്ന് പറഞ്ഞു, എന്താണാവോ? ഓ അതോ, തിരുമേനി വേളി കഴിച്ചതാണോ? വേളി കഴിച്ചിട്ടില്ല. എന്തേ എന്താ ഇപ്പോ? തിരുമേനിക്ക് നമ്മെ ഓർമ്മയുണ്ടോ ആവോ? ശരിക്കങ്ങോട്ട് ഓർമ്മ വരണില്ല. ഏതാണാവോ? എന്നാ തിരുമേനിക്ക് നമ്മെ വേളി കഴിച്ചുകൂടെ? കാണാൻ തരക്കേടൊന്നും ഇല്ല, എങ്കിലും വേളി സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നീ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ച് വീട്ടിൽ പൊക്കൊള്ളുക. വീട്ടിൽ പൊക്കൊള്ളുക. ഇവിടെ അത്യാവശ്യ ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. പൂജ നടത്തേണ്ട കാര്യങ്ങൾ. നീ പൊക്കൊള്ളുക. ചീനാമുളകാണെങ്കിലും സ്വർഗത്തിലെ കട്ടുറുമ്പാണേ. എന്താ അത്തലം എന്തായിരുന്നു പറഞ്ഞത്? അല്ല, തിരുമേനിക്ക് നമ്മെ വേളി കഴിച്ചൂടേന്ന് ചോദിച്ചതാ. വേളി കഴിക്കാൻ ഇല്ലത്തത്ര തനസ്ഥിതിയൊന്നുമില്ല. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. പഷ്ണിയ, ഇല്ലത്ത് പഷ്ണിയ. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാരാബ്ദം കുടുംബം തീരുമാനിച്ചിട്ടില്ല. വേളിയൊന്നും വേണ്ട, ഇപ്പോ ഒന്നും ആയിട്ടില്ല. അത് കാര്യാക്കണ്ട തിരുമേനി. ധനസ്ഥിതി ഓർത്ത് തിരുമേനി ഒട്ടും അങ്ങോട്ട് വേവലാതിപ്പെടണ്ട. തിരുമേനിക്ക് നമ്മുടെ മന അറിയില്ലാന്നുണ്ടോ? പൂമുള്ളി മന എന്ന് പറഞ്ഞാൽ തിരുമേനിക്ക് അറിയില്ലാന്നുണ്ടോ? പൂമുള്ളി മന അറിയാം. പൂമുള്ളിമനയിലെ മധുസൂദനൻ നമ്പൂരിപ്പാട് എന്ന് പറഞ്ഞാൽ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? മധുസൂദനൻ നമ്പൂരി എല്ലാവർക്കും അറിയും. നല്ല പൊക്കമുള്ള അഢ്യനായ വ്യക്തി. അതെ, മധുസൂദനൻ നമ്പൂരിയെ നമുക്ക് നന്നായിട്ട് അറിയും. നീ പോവുക. നീ ഇതുവരെ പോയില്ലാന്നുണ്ടോ? പൊക്കൊള്ളുക. അതുകൊണ്ട് തിരുമേനി ധനസ്ഥിതി ഓർത്ത് ഒട്ടും അങ്ങോട്ട് വേവലാതിപ്പെടണ്ട. അല്ല, നമ്മുടെ ഇല്ലത്ത് ഒന്നിനൊരു കുറവില്ലേ? ഒരു 4-5 ആന തന്നെ ഉണ്ട് നമ്മളെ ഇല്ലത്തെ. കൂടാതെ ഒരു 8-10 തലമുറയ്ക്ക് കഴിയാനുള്ള ആസ്തിയും നമ്മുടെ ഇല്ലത്തുണ്ട്. തിരുമേനി അതുകൊണ്ട് ഒട്ടും അങ്ങോട്ട് ആശങ്ക വേണ്ട. തിരുമേനി ഇപ്പൊ ഈ ശാന്തിപ്പണിക്ക് പോകണം തന്നെ ഇല്ല. നിർബന്ധാച്ചാൽ ഇരുന്ന് മുഷിച്ചാൽ നമ്മുടെ ഇല്ലത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ടേ. ആ ക്ഷേത്രത്തെ ശാന്തിയായിട്ട് തിരുമേനിക്ക് വേണമെങ്കിൽ അങ്ങനെ കഴിഞ്ഞുകൂടാ. നിർബന്ധാച്ചാ മതി. ശരിയാവില്ല അത്വലമ്മേ, അതൊന്നും ശരിയാവില്ല. നമ്മളിപ്പോ എത്രന്ന് കണ്ട ആ ഭാര്യ വീട്ടിൽ നമുക്ക് കഴിക്കുക. അതിനൊരു ഇതൊക്കെ ഇല്ലേ? വേണോ? വേണ്ട, ഇപ്പൊ അതൊന്നും വേണ്ട. അതൊന്നും കാര്യാക്കണ്ട തിരുമേനി. നോമും തിരുമേനിയെ അത്ര കണ്ട അങ്ങട്ട് എന്താ പറയാ. തിരുമേനി ഒന്നും കൂടി ആലോചിക്കണം. ആലോചിക്കാനൊന്നും ഇല്ല, ഇപ്പൊ എത്രയേ ഉള്ളൂ. ആലോചിക്കാനൊന്നും ഇല്ല. തിരുമേനി അങ്ങനെ പറയരുത് തിരുമേനി. ഇതിൽ ഇനി ആലോചിക്കാൻ ഒന്നുമില്ല. വിരലൊന്നില്ലെങ്കിലും വീരനല്ലെങ്കിലും ഭർത്താവു നിങ്ങൾ മതി. ഒരു മുഴം തുണി വാങ്ങി തന്നാ മതി. കല്യാണം കളിയല്ല, തുണി വാങ്ങാൻ കാശില്ല. കല്യാണം കളിയല്ല, തുണി വാങ്ങാൻ കാശില്ല. കൊല്ലാപ്പെനിക്ക് വേണ്ട ജാനകി, ഉന്നാരമൊന്നും വേണ്ട. തിരുമേനി, ഓ നീ പോയില്ലേ ഇതുവരെ? ആ തോലം അപ്പത്തൊട്ടായില്ലേ ഭർത്താവ് നിങ്ങൾ മതി എന്ന് പറയുന്നു. അവിടെ ഏറ്റെടുക്കുന്നു. നീ അങ്ങോട്ട് എടുക്കൊള്ളുക. നീ പോകാ അപ്പുറത്തേക്ക്. വേണ്ട കാര്യങ്ങളും വേണ്ടാത്ത കാര്യത്തിലും എല്ലാം കയറി ഇടപെട്ടോളൂ അവൻ. മോളെ ഇങ്ങോട്ട് വരൂ. മോളോ? ഇതേതാ ഈ കുട്ടി? ഇത് നമ്മുടെ മോളാ തിരുമേനി. നമ്മുടെ മോളോ? അതെ, ഇത് തിരുമേനിയുടെ മോള് തന്നെയാ. ഏയ്, നമുക്കെങ്ങനാ മോളുണ്ടാവുക? വേളി കൂടെ കഴിച്ചിട്ടുള്ള പിന്നെങ്ങനാ മോളുണ്ടാവുക? ശിവ, തിരുമേനിക്ക് ഇനി അതും അറിയില്ലാന്നുണ്ടോ? കുട്ടികളുണ്ടാവാൻ വേളി കഴിക്കണം എന്നില്ല തിരുമേനി. അത് പിന്നെ നമ്മുടെ കുട്ടിയല്ല, അത്ര തന്നെ. തിരുമേനി അങ്ങനെ പറയരുത് തിരുമേനി. ഇനി നാം ബോധ്യപ്പെടുത്തി തരാം. തിരുമേനി ഒരു 10 വർഷം മുമ്പ്